ഇപ്പോൾ ഗസയിലേക്ക് സഹായം എത്തിക്കാൻ സന്തോഷമുള്ള ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊരു കണക്ഷൻ പോയിന്റ് ഇല്ല, ഒരു റൂട്ട് അറിയില്ല. ഇപ്പൊ പക്ഷേ രശ്മിയിലൂടെ ഒരു റൂട്ടായിട്ടുണ്ട്. ഇന്നലെ മുതൽ ആ വീഡിയോ വൈറലാണ്. അപ്പോൾ ആ വീഡിയോ വൈറലായതിനു ശേഷം കുറെ ആളുകൾ വിളിക്കുന്നുണ്ടോ, ഇനിയിപ്പോ നമുക്ക് കുറെ കൂടി സഹായങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എങ്ങനെയാണ് നിങ്ങൾ സഹായം ചെയ്തതെന്ന് ഞങ്ങളോടൊന്ന് പറയൂ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ എല്ലാവരോടും അങ്ങനെ ബ്രീഫായി പറയാൻ കഴിയുന്ന രീതിയിലല്ല. അതായത് ഒരുപാട് ചലഞ്ചുകളും ഒരുപാട് സ്ട്രഗിളുകളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നും നിലവില് ഗാസയിലേക്ക് ഡയറക്റ്റ് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിലിറ്റി വളരെ കുറഞ്ഞൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ പേയ്മെന്റ് ചാനലുകളും ബ്ലോക്ക്ഡ് ആണ്. പേപ്പാൽ പോലെയുള്ള സംവിധാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും പലസ്തീനിലേക്കുള്ള ട്രാൻസാക്ഷനുകൾ ബാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. പിന്നെ ഗോഫണ്ട് പോലെയുള്ള ഓർഗനൈസേഷൻ, അതായത് ഡൊണേഷനുകൾ ഫണ്ട് റൈസിങ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളിൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ തന്നെ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഈ പറഞ്ഞ പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവരെ കൊണ്ട് യൂറോസ് ആയിട്ടോ അല്ലെങ്കിൽ US ഡോളേഴ്സ് ആയിട്ടോ ഒക്കെ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടി വരും. രശ്മി, അവിടെ ചെറിയ കുട്ടികളൊക്കെ ആ കടലാസ് പേപ്പറിൽ താങ്ക് യു രശ്മി ആൻഡ് ഫ്രണ്ട്സ് ഫ്രം കേരള എന്ന് എഴുതി കാണിച്ച ആ പേപ്പറുകൾ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? വല്ലാത്തൊരു മനസമാധാനമായിരുന്നോ? സമാധാനമാണ് സത്യത്തില്. ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ കൂടുതലും സഹായം നൽകിയിട്ടുള്ളത് കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെയാണ്. അതായത് ഗസയിലെ കുട്ടികളെ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്, സ്കിൻ ഇൻഫെക്ഷനുകൾ വരുന്നുണ്ട്, മാൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് എനിക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിന് ഞാൻ കണ്ടൊരു പർപ്പസ് അതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത്. ഈ പറയുന്ന പോലെ ഞാനും ഇതിനെ വലിയൊരു കാര്യമായിട്ട് തന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആത്മാഭിമാനം വളരെയധികം ഉണ്ട്. പലസ്തീൻ എത്രയും വേഗം മോചനം നേടണം, ആ കുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും കാണണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് സന്തോഷം തോന്നി ആ കുട്ടികളെ കണ്ടപ്പോൾ. രശ്മി ഇതിനു മുമ്പ് കണ്ടത് ചൂരൽമലയിൽ വെച്ചിട്ടാണ്. രശ്മി അത് ഓർക്കുന്നുണ്ടോ ഓർമ്മ അറിയില്ല. ചൂരൽമലയില പിന്നെ നമ്മുടെ യെസ്, അവിടെ ആ ദുരന്തമുഖത്ത് വെച്ചായിരുന്നു രശ്മിയെ കണ്ടത്. അവിടെയും സന്നദ്ധ പ്രവർത്തനവുമായിട്ട് രശ്മിയും ടീമും ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സന്നദ്ധ സേവന മേഖലയിൽ ഏറെക്കാലമായി രശ്മിയും ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കൂട്ട് കമ്മ്യൂണിറ്റി, അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ഈ സുഹൃത്ത് ബന്ധം, ഈ ഒരു ടീം ഉണ്ടായത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിലവിൽ മിക്ക ഇടങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാറാണ് പതിവ്. 2018 പ്രളയം തൊട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് വരുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഭാഗമാകാറുണ്ട്. 2018 പ്രളയത്തിൽ ഞാൻ റെസ്ക്യൂ മിഷനിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഭാഗമായിട്ടുണ്ട്. 2019 പുത്തൂര് ഉരുൾപൊട്ടിയപ്പോൾ അവിടെയും പോയിരുന്നു. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് പോസ്റ്റ്മോർട്ടം കെയറിലായിരുന്നു. അതായത് അവിടുന്ന് കിട്ടുന്ന ഡെഡ് ബോഡികൾ വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം 7-8 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സോ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ. അത് വളരെ ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയും ചെയ്യുന്നതാണ്. ദിവ്യ, അതാണ് ഞാനത് ഇപ്പോഴാണ് ഓർക്കുന്നത്. അന്ന് ആ ദുരന്തമുഖത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകൾ എടുക്കുന്നുണ്ട്, സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ. പക്ഷെ ഡെഡ് ബോഡി വാഷ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് തയ്യാറായ ഒരാൾ കൂടിയായിരുന്നു അന്ന് ശ്രീലക്ഷ്മി. അന്ന് അത് ഷെയർ ചെയ്തത് ഓർക്കുന്നുണ്ട് ഞാൻ. അന്ന് അതൊരു വലിയ അനുഭവം.